الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഷഹാദത്ത് കലിമ രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് അല്ലാഹു അല്ലാതെ വേറൊരാളും ആരാധനക്കർഹനായി ഇല്ല എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിനെ അംഗീകരിച്ചതുകൊണ്ട്, അല്ലാഹുവിൻ്റെ തൗഹീദ് സ്ഥിരപ്പെടുത്തിയതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നൊരാൾ അംഗീകരിച്ചതുകൊണ്ട് ഒരാൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. മറിച്ച് ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും അല്ലാഹുവിൻ്റെ ദൂതനുമാണെന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ്, സാക്ഷ്യം വഹിക്കുന്നതിലൂടെയാണ് ഒരാൾ പൂർണ്ണ മുഅ്മിനാകുന്നത്, ഒരാൾ മുസ്ലിം ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ, നബി തങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കാതെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ജീവൻ ആത്മാവ് ആരുടെ കയ്യിലാണോ, അതായത് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ, ഈ ഉമ്മത്തിൽ നിന്നുള്ള ഒരു ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഏതൊരാൾ എന്നെ കുറിച്ച് കേൾക്കുകയും സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എന്നെ കുറിച്ച് കേൾക്കുകയും എൻ്റെ ഈ നുബുവത്തിനെയും റിസാലത്തിനെയും കുറിച്ച് അറിയുകയും ശേഷം അതിൽ വിശ്വസിക്കാതെ ഈമാൻ സ്വീകരിക്കാതെ മരണപ്പെടുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, തീർച്ചയായും അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷഹാദത്ത് കലിമയുടെ രണ്ട് ഭാഗവും പൂർണ്ണമായി ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയാകുന്നത്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നബി തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നതുപോലെ നബിമാരിൽ വെച്ച് ഏറ്റവും അവസാനത്തെ പ്രവാചകരാണെന്നും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വർത്തമാന കാലത്ത്, ഈ ആധുനിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാത്ത, അല്ലെങ്കിൽ സത്യസന്ധമായി തങ്ങളെ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത രണ്ട് രീതിയിലുള്ള ആളുകളും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാനും നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമല്ലാതെയുമെല്ലാം ശ്രമിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. മറ്റു ചിലർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കാത്ത അധ്യാപനങ്ങൾ അവരും മനഃപൂർവ്വം ഇസ്ലാമിനെ താറടിച്ചു കാണിക്കാൻ വേണ്ടി അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുമുണ്ട്. തെറ്റിദ്ധാരണകളുടെ പേരിൽ നബി തങ്ങൾ പഠിപ്പിക്കാത്ത അധ്യാപനങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്നവരായ ആളുകളുമുണ്ട്. ഇനിയും ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് അധ്യാപനങ്ങളിൽ, സുന്നത്തുകളിൽ, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സുന്നത്തിനെ മാത്രം സ്വീകരിക്കുകയും ബുദ്ധിക്ക് യോജിക്കുന്നതിനെ മാത്രം സ്വീകരിക്കുകയും ചിലതിനെ തള്ളിക്കളയുകയും ഇതിലൊന്നും യാതൊരു ലോജിക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ആളുകളും നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അറിയുന്നത് എന്നതിന് പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഫൈന സീറത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറയുന്നത് ലിമൻ തദബ്ബറഹ തഖ്തളി തസ്ദീഖഹു ദറൂറതൻ, ആരെങ്കിലും നബി തങ്ങളുടെ ജീവിതം പഠിക്കുകയാണെങ്കിൽ ഒരു നബി എന്ന രീതിയിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ കണ്ടുകൊണ്ട് മുഹമ്മദിന്റെ ജീവിതം ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിർബന്ധിതമായി അതൊരു പ്രവാചകനാണെന്ന് അവന് വിശ്വസിക്കേണ്ടി വരും. കാരണം ഒരിക്കലും നബി തങ്ങൾ ജീവിച്ച ജീവിതം ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതമായിരുന്നില്ല എന്ന് ആ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. وتشهد له بأن رسول الله صلى الله عليه وسلم حقا, മുഹമ്മദ് തീർച്ചയായും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഒരാൾക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഫലൗലം തകുൽ ലഹു മുഅ്ജിസത്തുൻ ഗൈറ സീറതിഹി ലകഫാ, ഇനി നബി തങ്ങളിൽ നിന്നുള്ള മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്ന ഒരുവനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നബി തങ്ങളിൽ നിന്ന് അസാധാരണമായ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും നബി തങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് തന്നെ അവർക്ക് നബി തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്നത് സമ്മതിക്കാൻ വേണ്ടി മതിയായതാണെന്ന് ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറയുകയാണ്. സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കുന്നാ നുഅല്ലിമു മആസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസറായാഹു കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഓരോരോ സൂറത്ത് ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ അധ്യാപകന്മാർ എത്രത്തോളം ശ്രദ്ധയോടുകൂടി, എത്രത്തോളം ഗൗരവത്തോടുകൂടി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നോ അതുപോലെ തന്നെ നബി തങ്ങളുടെ ഹദീസും നബി തങ്ങളുടെ തിരുചര്യകളും നബി തങ്ങളുടെ ചരിത്രവുമെല്ലാം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരുമെല്ലാം ഞങ്ങൾക്കത് വളരെ വിശദമായി കൊണ്ട് പഠിപ്പിച്ചിരുന്നു എന്ന് സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം നബി തങ്ങളുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിലുപരി ഒരു മുഅ്മിൻ എന്ന നിലയിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അടുത്തറിയുക എന്നത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബി തങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. തെറ്റിദ്ധാരണകൾ കൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ ചരിത്രം നാം പഠിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ കഴിയുന്നവരെ അവരെ തിരുത്താനും, അതുപോലെ തന്നെ അവരെന്തെങ്കിലും സംശയകരമായ രീതിയിൽ വിമർശനമായിക്കൊണ്ട് നമ്മോട് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ പെടാതിരിക്കാനും വേണ്ടി സത്യസന്ധമായ നിലയിൽ നബി തങ്ങളുടെ ചരിത്രം പഠിക്കല് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെതിരെയും നബി തങ്ങൾക്കെതിരെയുമുള്ള വിമർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അന്ന് തുടങ്ങിയ വിമർശനം ഇന്നുവരെയും അത് നിന്നിട്ടില്ല. നബി തങ്ങൾക്കെതിരെ തുടർച്ചയായി എല്ലാ കാലത്തും ശത്രുക്കൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ തെറ്റിദ്ധാരണ വെച്ചു പുലർത്തിയവരും നബി തങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും പല രീതിയിലുള്ള വിമർശനങ്ങൾ കഴിച്ചുവിട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നബി തങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരായ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്,
ഈ മുഹമ്മദിന് എന്താണ് നമ്മളെപ്പോലെ തന്നെ തിന്നുകയും കുടിക്കുകയും നമ്മൾക്കിടയിൽ ഈ അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്ന ഇയാൾ പ്രവാചകനാണെന്ന് എങ്ങനെയാണ് വാദിക്കുന്നത്? അള്ളാഹുവിനെ ഈ ഭൂമിയിലേക്ക് ഒരു മലക്കിനെ നിയോഗിച്ചുകൊണ്ട് ആ മലക്കിനെ പ്രവാചകനാക്കി കൂടായിരുന്നോ? എന്തിനാണ് ഞങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനെ പ്രവാചകനായി തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിതങ്ങൾക്കെതിരെയുള്ള വിമർശനം മക്ക കുഫാറുകൾ ആരംഭിക്കുന്നത്. വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സത്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ലാതെ വിമർശനത്തിന് വേണ്ടി മാത്രം വിമർശിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി ഇറക്കി കൊടുത്താലും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാൽ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനം വളരെയധികം മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നബി തങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നവർക്ക്, നബി തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് മറുപടി കൊടുക്കണമെങ്കിൽ, തെറ്റായ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നബി തങ്ങളെ കുറിച്ചുള്ള ചരിത്രത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം. തെറ്റിദ്ധരിച്ചുകൊണ്ട് നബി തങ്ങളോട് വെറുപ്പ് വെച്ചിരുന്ന ഒരുപാട് ആളുകൾ നബി തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിന് സാക്ഷിയാണ്. യമനിലെ രാജാവായിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കാഫിറായിരുന്ന മുശ്രിക്കായിരുന്ന കാലത്ത് ഒരിക്കൽ മദീന പള്ളിയിൽ ബന്ദിയായി പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. മദീന എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യമായി, രാഷ്ട്രമായി, ഇസ്ലാമിക രാഷ്ട്രമായി വളരാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാജ്യത്തെ ഭരണാധികാരി എന്ന നിലയിൽ മദീനയ്ക്ക് ചുറ്റും തന്റെ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. അവരെപ്പോഴും ജാഗരൂകരായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ രാഷ്ട്രത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. ഇത്തരത്തിലുള്ള ഒരു സംഘത്തിലാണ് സുമാമത്ത് ബിൻ ഉസാൽ ചെന്നുപെട്ടത്. അങ്ങനെ അദ്ദേഹത്തെ മദീനത്തെ പള്ളിയിൽ ബന്ദിയായി കൊണ്ടുവരപ്പെട്ടു. നബിതങ്ങൾ അദ്ദേഹം ബന്ദിയായി പള്ളിയിൽ അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്നത് നബിതങ്ങൾ കാണാനിടയുണ്ടായി. അങ്ങനെ നബിതങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, അത് യമനിലെ രാജാവാണ്, യമനിലെ ഭരണാധികാരിയാണ്. സുമാമയോടും അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ പിടിച്ച അദ്ദേഹത്തിന്റെ അനുയായികളോടും നിങ്ങൾ മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നബിതങ്ങൾ ആ ബന്ദികളുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ ഇൻദക യാ സുമാമ, സുമാമ എന്താണ് നിന്റെ കാര്യം? നീ എന്ത് പറയുന്നു? ബന്ദിയായി നിന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, എന്താണ് നീ പറയുന്നത്? സുമാമ പറയുകയാണ്, ഇൻദി യാ മുഹമ്മദ് ഖൈർ, എന്റെ അടുത്തുള്ളത് നന്മയാണ്, നല്ലതായ കാര്യമാണ്. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നിന്നോട് പകരം ചോദിക്കാൻ പറ്റുന്ന വലിയ ഒരാളാണ് ഞാൻ. തീർച്ചയായും എന്റെ രക്തത്തിന് പകരം ചോദിച്ചുകൊണ്ട് പ്രതികാരമെടുക്കാൻ വേണ്ടി എന്റെ പിന്നാലെ ആളുകൾ വരും. നീ എന്നോട് കരുണ കാണിച്ചുകൊണ്ട് എന്നെ വിട്ടയക്കുകയാണെങ്കിൽ തീർച്ചയായും നീ വിട്ടയക്കുന്നത് നന്ദി ചെയ്യുന്ന, തിരിച്ചു നിനക്ക് എപ്പോഴും കടപ്പാടുണ്ടായിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇനി നീ എന്നെ ബന്ദിയാക്കിക്കൊണ്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമ്പത്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നെ തടവിലാക്കുന്നതിലൂടെ സമ്പത്താണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അതും നീ ചോദിച്ചോ. നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ തരാം. എനിക്ക് യമനിലെ ഭരണാധികാരി ആയതുകൊണ്ട് എന്റെ അടുക്കൽ ഒരുപാട് സമ്പത്തുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഫതറഖഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ കാന മിനൽ ഗദ്. അങ്ങനെ നബി തങ്ങൾ ആ സംഭാഷണം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പിറ്റേന്ന് നബി തങ്ങൾ വന്നു. അത്ലുഖു സുമാമ, നബി തങ്ങൾ പ്രത്യേക ഉപാധികളൊന്നും പറയാതെ സ്വഹാബാക്കളോട് സുമാമയെ മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം സുമാമ അവിടെ നിന്നും മദീനയുടെ അടുത്തുള്ള ഒരു മരുപ്പച്ചയിലേക്ക് പോവുകയും അവിടെ നിന്ന് കുളിച്ചുകൊണ്ട് തിരിച്ച് മദീനയിലെ പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് വന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മുസ്ലിം ആവുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് സുമാമ പറയുന്നുണ്ട്, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. ഈ ഭൂമിയിലെ മുഹമ്മദേ, നിന്റെ മുഖത്തേക്കാൾ ഏറ്റവും വെറുപ്പുള്ള ഒരു മുഖം എനിക്കുണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിന്നെക്കുറിച്ച് എനിക്ക് അറിയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നുകൊണ്ട് ബന്ദിയായി എന്നെ പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങളോടുള്ള എന്റെ പെരുമാറ്റം അത്
അത് എനിക്ക് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി കുല്ലിഹാ ഇലൈ. ഇന്നീ ഭൂമിയിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള മുഖം നിങ്ങളുടെ മുഖമായി തീർന്നിരിക്കുകയാണ്. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്. എനിക്ക് ദീനുകളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള ദീന് നിങ്ങളുടെ ദീനിനോടായിരുന്നു. കാരണം യമനിലുള്ള എനിക്ക് വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഉപ്പയെയും മകനെയും തമ്മിൽ വേർപിരിക്കുന്ന, പണ്ടത്തെ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ മോശമായി കാണിക്കുന്ന, ചീത്ത പറയുന്ന, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ ദീനുൽ ഇസ്ലാം എനിക്ക് ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട മതമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മദീനയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, മദീനയായിരുന്നു എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം. കാരണം നിങ്ങളെല്ലാവരും കൂടി ഇവിടേക്ക് വന്നുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രമായി വളരുകയാണെന്നുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പ് ഈ നാടിനോടായിരുന്നു. എന്നാൽ ഈ നാട്ടിലെയും ഈ നാട്ടുകാരുടെയും പെരുമാറ്റം മൂലം എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നാടായി ഈ നാട് മാറിയിരിക്കുന്നു എന്ന് സുമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത്തരത്തിൽ നബിതങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ചിരുന്ന അദ്ദേഹം നബിതങ്ങളുടെ ഇടപെടൽ മൂലം തന്നെ നബിതങ്ങളുടെയും സഹാബാക്കളുടെയും എല്ലാം സ്വഭാവം കൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നബിതങ്ങളെ വിമർശിച്ച ഒരുപാട് ആളുകൾ നബിതങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, ചരിത്രത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, നബിതങ്ങളുമായി കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. നബിതങ്ങളുടെ ചരിത്രം പഠിക്കുന്നതിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലൂടെ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി നബിതങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് അത് നബിതങ്ങളെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്, നബിതങ്ങളെ പിൻപറ്റാൻ വേണ്ടിയാണ്. സുന്നത്തിനെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നബിതങ്ങളുടെ ചരിത്രം പഠിക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആനിലൂടെ 50-ലധികം സ്ഥലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നബി തങ്ങൾ ഏതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയെല്ലാം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ, മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ എന്ന നിലയിൽ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ സ്നേഹനിധിയായ ഉപ്പാപ്പ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു യുദ്ധത്തിൽ ഇടപെടുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കണമെന്ന്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ നബിതങ്ങൾ ഇടപെടുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം, ഓരോ രാജ്യത്തെയും രാജാക്കന്മാർക്ക് കത്തുകൾ അയക്കുകയും അവിടേക്ക് പ്രതിനിധികൾ അയക്കുകയും ചെയ്യുമ്പോൾ നബിതങ്ങളുടെ ആ രാഷ്ട്രീയ പാഠവും നമുക്ക് തങ്ങളുടെ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് നബിതങ്ങളുടെ ഒരുപാട് മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, അഫ്ളലുൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നത മിൻ സുനനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നബിതങ്ങളുടെ മരിച്ചുപോയ, ഇല്ലാതായിപ്പോയ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ്. മറ്റുള്ളവർ സുന്നത്തിൽ നിന്നും അകലുമ്പോൾ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി. ഫസ്ബിറു യാ അസ്ഹാബസ് സുനനി റഹിമക്കുമുല്ലാഹ്. അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ഫൈന്നക്കും അഖല്ലുന്നാസ്. കാരണം തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവ് ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങളെ കളിയാക്കാൻ വേണ്ടി, നിങ്ങളെ പുച്ഛത്തോടെ നോക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടാകും. സുന്നത്തിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിനെ കളിയാക്കാൻ വേണ്ടി, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പരിപാടിയല്ലേ എന്ന് പറയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം വെച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി പിൻപറ്റുന്നതിലൂടെയാണെന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറയുകയാണ്. സ്വഹാബാക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതം നാം എടുത്തു നോക്കുകയാണെങ്കിൽ നബി തങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് അവരുടെ വാക്കിലൂടെ മാത്രമല്ല അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത് കാണുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി. നബിയെ, എന്നെ കഴിഞ്ഞ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പറ്റൂല ഉമറെ, നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബി തങ്ങളോടാണെന്ന് പറഞ്ഞപ്പോൾ അൽ ആന യാ ഉമർ, ഉമറെ നിന്റെ ഈമാൻ ഇപ്പോഴാണ് പൂർത്തിയാതെന്ന് പറഞ്ഞു.
ഉമർ റളിയല്ലാഹു അൻഹു വെറും വാക്കുകൊണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അത് തെളിയിച്ചതാണ്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഒരുപാട് ഭൂമികൾ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഇസ്ലാം വിജയിച്ചുകൊണ്ട് ക്രിസ്തീയരായ പുരോഹിതരുടെയും രാജാക്കന്മാരുടെയും എല്ലാം കൊട്ടാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിരുന്നിന് കൂടിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഭക്ഷണം താഴെ പോവുകയുണ്ടായി. അത് വൃത്തിയാക്കി എടുത്തു കഴിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ഇത്രയും വലിയ ആളുകളൊക്കെ കൂടിയ സദസ്സിൽ വെച്ച് ഇങ്ങനെ ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് മറുപടി പറയുകയാണ്, ആതുറുഖു സുന്നത ഹബീബി ലിഹാഉലാഇൽ ഹുമഖാ, ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റസൂലിന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടുകയാണ്. അവർക്ക് അതിലൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നാലും നബി തങ്ങളുടെ സുന്നത്തിനെ അവർ എന്നും അവരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നു എന്ന് അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി നബി തങ്ങളുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോകുമ്പോൾ ഖുർആനിനെയും ഹദീസിനെയും രണ്ടിനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ അവന്റെ ദൂതന്റെ തിരുശരീരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഖുർആനിലും അല്ലാഹു പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചത് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. സുന്നത്ത് ഇസ്ലാമിൽ പ്രമാണമാണെന്നതിനെ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ആയത്താണിത്. ഒരുപാട് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ് പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ നബി തങ്ങളുടെ ഹദീസും നബി തങ്ങളുടെ സുന്നത്തുമെല്ലാം ഇസ്ലാമിലെ പ്രമാണമാണ്, ഇസ്ലാമിലെ തെളിവാണ്, ശരീഅത്തിൽ പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു ആയത്താണ് ഇവിടെയുള്ളത്. ഖുർആനിനെ മാത്രം പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ, ഹജ്ജ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖുർആനിനെ മാത്രം പിന്തുടരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഹദീസിനെ തള്ളിപ്പറയുന്നവർ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഷഹാദത്ത് എന്ന് പറയുന്നത് നബി തങ്ങളെയും സാക്ഷ്യം വഹിക്കുന്നതിലൂടെ, നബി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും സത്യപ്പെടുത്തുന്നതിലൂടെ, അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ മാത്രമാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ സുന്നത്തിനെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അയാൾക്ക് എളുപ്പമായി തീരുമെന്നതാണ്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനിനു വേണ്ടി പരിശ്രമിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നാലാമതായി നബി തങ്ങളുടെ ചരിത്രത്തിലൂടെ തന്നെ നമുക്ക് മറ്റനേകം അറിവുകളെയും ലഭിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ഈമാനിയായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. രണ്ടാമതായി ഒരുപാട് വിധിവിലക്കുകൾ, ഹലാല് ഹറാമ് തുടങ്ങിയ വിധിവിലക്കുകൾ നബി തങ്ങൾ ഓരോ മേഖലയുമായി ബന്ധപ്പെടുകയും അവിടെയെല്ലാം അതിന്റെ വിധി എന്താണെന്ന് അവർക്ക് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നബി തങ്ങളുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു, ഓരോ ആളുകളോടും നബി തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതും അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചതും എങ്ങനെയാണെന്ന് നബി തങ്ങളുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. സ്വഹാബാക്കൾക്ക് നബി തങ്ങൾ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്, നബി തങ്ങളുടെ അധ്യാപനം ഏത് രീതിയിലായിരുന്നു എന്ന് നബി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങളുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ, മറ്റുള്ള രാഷ്ട്രങ്ങളോടുള്ള നിലപാടുകളിൽ അവർ വാഗ്ദാനങ്ങൾ ലംഘിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി മേഖലകളിൽ നബി തങ്ങൾ എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് എന്ന് നബി തങ്ങളുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങളുടെ സ്വഭാവം, നബി തങ്ങളുടെ മര്യാദകൾ, പെരുമാറ്റങ്ങൾ, ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് ഇടപഴകുമ്പോൾ ഇതൊക്കെ നമുക്ക് നബി തങ്ങളുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുന്നത് നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്നതാണ്.
സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ പറയുന്നുണ്ട്, നിങ്ങൾ നബി തങ്ങളുടെ ചരിത്രം വായിക്കുക, അള്ളാഹുവാണ് സത്യം. നബി തങ്ങളുടെ ചരിത്രം വായിച്ച ഒരാൾക്കും തന്നെ നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാതിരുന്നിട്ടില്ല. നബിയുടെ ഒരു ചരിത്ര സംഭവം നിങ്ങൾ ഇന്ന് വായിച്ചുകൊണ്ട് നാളെ വീണ്ടും അത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും നിങ്ങൾക്ക് നബി തങ്ങളോടുള്ള ഇഷ്ടം കൂടുമെന്ന് അദ്ദേഹം പറയുകയാണ്. നബി തങ്ങളുടെ ചരിത്രം അത്രത്തോളം ത്യാഗ നിർഭരമായ ജീവിതമായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി മക്ക കാലഘട്ടത്തിലാണെങ്കിലും മദീന കാലഘട്ടത്തിലാണെങ്കിലും വഫാത്ത് വരെ നബി തങ്ങൾ സഹിച്ച ത്യാഗങ്ങളും നബി തങ്ങളുടെ ഓരോ അധ്യാപനങ്ങളും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നബി തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഒന്നാമതായി നബി തങ്ങളിലുള്ള വിശ്വാസമാണ്. നബി തങ്ങളുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നബി തങ്ങൾക്ക് വേണ്ടി സൂചിപ്പിച്ച പേരുകൾ, ഹദീസിലൂടെ വന്നിട്ടുള്ള പേരുകൾ, അതുപോലെ തന്നെ നബി തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മുഅ്ജിസത്തുകൾ, നബി തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകൾ, സ്വഭാവ മഹിമകൾ, ഇതെല്ലാം തന്നെ ഒരു മുഅ്മിൻ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രമല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് സ്വഹീഹായ ഹദീസിലൂടെ പരിശുദ്ധമായ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ മേൽ നിർബന്ധമാണ്. അതിലെന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ചിലതിനെ മാത്രം നിഷേധിക്കുകയാണെങ്കിൽ അവൻ മുഅ്മിനാവുകയില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. മൂന്നാമതായി നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിലൂടെയാണ്, പരിപൂർണമായി നബി തങ്ങളെ പിൻപറ്റുന്നതിലൂടെയാണ്. അത് ഏതൊക്കെ രീതിയിലായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പിൻപറ്റുന്നവരുടെ സ്ഥാനത്തെ കുറിച്ച്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ വലിയ പ്രതിഫലങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറയുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി. എൻ്റെ ഉമ്മത്തിൽ വെച്ച് എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽപ്പെട്ട ചിലരുണ്ട്. നാസുൻ യകൂനൂന ബഅദി, എൻ്റെ വഫാത്തിന് ശേഷം വരുന്ന ചില ആളുകൾ. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. അവരിൽ ചില ആളുകൾ കൊതിക്കുന്നതാണ് അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ എല്ലാ കുടുംബത്തെ ത്യജിച്ചുകൊണ്ടും എന്നെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവർ കൊതിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തത്തേക്കാൾ നബി തങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നബി തങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം, സഹാബാക്കളുടെ സ്നേഹം എത്തരത്തിലായിരുന്നുവെന്ന് ഒരു താബിഈയായ പണ്ഡിതൻ വന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ. അല്ലാഹുവാണ് സത്യം. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ബാബാഇന, ഞങ്ങളുടെ ഉപ്പമാരെക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഉമ്മഹാത്തിന, ഞങ്ങളുടെ ഉമ്മമാരെക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നബി തങ്ങളായിരുന്നു. തങ്ങളുടെ അടുക്കൽ ചെന്നിരിക്കാൻ വേണ്ടി, തങ്ങളുടെ സുഹ്ബത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വമിനൽ മാഇൽ ബാരിദി അലൽ ളമ, ദാഹിച്ചു നിൽക്കുമ്പോൾ, വളരെ ദാഹമുള്ള സമയത്ത് നിങ്ങളുടെ തൊണ്ട നനക്കാൻ വേണ്ടി നിങ്ങൾക്ക് തണുത്ത വെള്ളം കിട്ടിയാൽ അതിനോടത്ര ഇഷ്ടമുണ്ടാകും. അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് നബി തങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുകയാണ്. സ്വഹാബാക്കൾക്ക് അവരുടെ വാക്കുകൾ കൊണ്ട് നബി തങ്ങളോടുള്ള സ്നേഹം അവർക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതമെടുത്ത്, അവരുടെ ഓരോ ചരിത്ര സംഭവങ്ങളും എടുത്ത് നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നബി തങ്ങളോടുള്ള അവരുടെ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച നാം പറയുകയുണ്ടായ ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ എത്തരത്തിലായിരുന്നു സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന അമ്പുകളെയും അതുപോലെ തന്നെ വെട്ടുകളെയും സ്വന്തം മാറിടം കാട്ടിക്കൊണ്ട് അവർ തടുത്തുകൊണ്ട് ഷഹീദാവുകയുണ്ടായി. അവർ പറയുന്ന സമയത്ത് ഞങ്ങളുടെ സ്വന്തത്തെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ആയിരുന്നു നബി എന്ന് പറയുന്നത് അവർ ജീവിതത്തിലൂടെ നമുക്ക് പ്രവർത്തിച്ചു കാണിച്ചു തരികയാണ്. നബി തങ്ങളോട് ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അയാളുടെ ജീവിതത്തിൽ ഇത്തിബാഅ് ഉണ്ടാകും. നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാനുള്ള ആഗ്രഹമുണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും സുന്നത്ത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാരെ പറയുകയാണ്. കഅബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഖുൽ ലനാ അനിൽ ജന്നതി ശൈഅൻ യുശവ്വിഖുനാ ഇലൈഹി. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് ആഗ്രഹം വരുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫിഹാ റസൂലുള്ളാഹ്,
ആ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. നബി തങ്ങളുള്ള ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വരേണ്ട ഒരു കാര്യം ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. നബി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നബി അത് ഞാനായിരിക്കും. വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യമായി മുട്ടുന്ന ആള് അതും ഞാനായിരിക്കും. സലുല്ലാഹ ലിയൽ വസീല. നിങ്ങൾ അല്ലാഹുവിനോട് വേണ്ടി എനിക്ക് വസീലയെ ചോദിക്കണം. ഖാലു വമൽ വസീലതു യാ നബിയല്ലാഹ്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന. നബി തങ്ങൾ മറുപടി പറഞ്ഞു, വസീല എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് മാത്രമേ നൽകുകയുള്ളൂ. അർജു അൻ അകൂന അന ഹുവ. അത് ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലയെ ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പദവി അത് ജനങ്ങളിൽ വെച്ച് നബിമാർക്കായിരിക്കും ഏറ്റവും വലിയ പദവി ഉണ്ടാവുക. അതിനേക്കാൾ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന പദവിയാണ് വസീല എന്ന് പറയുന്നത്. വസീല, ഫളീല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പദവികൾ ഹദീസിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ബാങ്കിന് ശേഷമുള്ള ദുആ പഠിപ്പിച്ചു തന്നത്. അതിൽ നമ്മൾ നബി തങ്ങൾക്ക് വേണ്ടി വസീലയെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ വസീലയും ഫളീലയും കൊടുക്കണമേ എന്ന് ഓരോ ബാങ്കിന് ശേഷവും നമ്മൾ പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മെ എത്രത്തോളം സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹം എന്ന് പറയുന്നത് നബി തങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നബി തങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം പൂർണ്ണമാകുന്നത്. ഈ ദുആ ഒരാൾ എല്ലാ ബാങ്കിന് ശേഷവും പറയുകയാണെങ്കിൽ ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി തങ്ങൾക്ക് വസീല ചോദിക്കുന്നതിലൂടെ നബി തങ്ങൾ നമുക്കും അതിന്റെ പ്രതിഫലം നമുക്കും നബി തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുപോലെ നമ്മുടെ മേൽ ബാധ്യതയായ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളോട് പരിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പിച്ച ഒരു കാര്യമാണ്. എല്ലാ ജുമുഅക്കും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ മേൽ റഹ്മത്ത് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ. ഇതും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 നന്മകൾ കൊടുക്കുമെന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മേൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് തുടങ്ങുന്ന സ്വലാത്ത് ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അതുപോലെ തന്നെ നബി തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്തിലാണെന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ പറഞ്ഞൊരു ഹദീസാണത്. മിമ്പറിൽ കയറുമ്പോൾ നബി തങ്ങൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറയുകയുണ്ടായി. മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നബി തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബിയെ പതിവില്ലാതെ മിമ്പറിന്റെ 3 പടികൾ കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് 3 ദുആകൾ ചെയ്യുകയുണ്ടായി. അതിന് ഞാൻ ആമീൻ എന്ന് പറയുകയുണ്ടായി. ആ 3 ദുആയിൽ ഒരു ദുആ ഇതായിരുന്നു, ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക റഗിമ അൻഫു റജുലിൻ. ഒരാള് നാശമായി പോകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്തിലായി പോകട്ടെ,
ദുഖിർത ഇൻദഹു ഫലം യുസല്ലി അലൈക, നബിയെ അങ്ങയുടെ പേര് ഒരാളുടെ അടുക്കൽ പറയപ്പെടുകയും എന്നിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാവട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അതിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയാണ്. തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ദുആയാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നാം സ്വലാത്ത് പറയണം. അതല്ലാത്ത സമയങ്ങളിലും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്വലാത്തിനെയും നബി തങ്ങൾക്കുള്ള സലാമിനെയും വർദ്ധിപ്പിക്കണം. അത് നബി തങ്ങളുടെ അടുക്കൽ എത്തുമെന്ന് നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തെരുമാറാവട്ടെ. നബി തങ്ങളുടെ സുന്നത്തിനെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞതിലുപരി കേട്ടതിലുപരി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.